നമസ്കാരം. അയോധ്യ, കാശി, മധുര വിഷയങ്ങൾ ആളിക്കത്തിച്ച് രാഷ്ട്രീയ ലാഭവും മതസ്പർദ്ധയും കൊയ്യാൻ ശ്രമിച്ച സംഘപരിവാർ രാജസ്ഥാനിലെ അജ്മീർ പള്ളിയും ഇപ്പോൾ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. അജ്മീറിലെ അറിയപ്പെടുന്ന ഒരു പള്ളിക്കടുത്തെ അധൈദിൻ കജോൻപ്രൈ എന്ന സ്ഥലത്ത് ഹൈന്ദവ വിഗ്രഹങ്ങൾ കണ്ടെന്നും ആ പരിസരത്തൊക്കെ കൂടുതലൊന്ന് പരിശോധിച്ചാൽ വിഗ്രഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരിക്കുമെന്നും അവ പുറത്തെടുക്കുന്നതിന് ഖനനം നടത്തണമെന്നും ജൈന സന്യാസി സുനിൽ സാഗർ ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ അല്ലേ, രാജ്യത്തെ മതേതരത്വം നശിപ്പിക്കാൻ അടുത്ത പൊല്ലാപ്പും കൊണ്ട് സംഘപരിവാർ അണി ഒരു സന്യാസിയുടെ വേഷത്തിൽ അവതരിച്ചിരിക്കുകയാണ്. ഇതേ സൂത്രം തന്നെയാണ് അയോധ്യയിലും കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും മധുരയിലും സംഘപരിവാർ പ്രയോഗിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പകുതിയായിരിക്കെ ഈ വിഷയത്തെ അല്പം ആളിക്കത്തിക്കാനും സംഘപരിവാർ ഒരു ശ്രമം എന്തായാലും നടത്തും, അതുറപ്പാണ്. അധൈദിൻ കാ ജോൺപ്ര നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഉള്ളത്. ഒരു സംഘം ജൈന സന്യാസിമാർക്കൊപ്പം സംഘപരിവാർ നേതാക്കൾ കഴിഞ്ഞ ദിവസം അജ്മീറിലെ മസ്ജിദ് പരിസരം സന്ദർശിച്ചത് വലിയ ചർച്ചയായി കഴിഞ്ഞു. സന്ദർശനത്തിന് ശേഷം അജ്മീറിലെ BJP നേതാക്കൾ നടത്തിയ വിവാദ പരാമർശം അവരുടെ പുതിയ നീക്കമായി വിലയിരുത്തിയിരുന്നു. മസ്ജിദിന്റെ പരിസരത്ത് മുമ്പ് സംസ്കൃത വിദ്യാലയവും ജൈന ക്ഷേത്രവും ഉണ്ടായിരുന്നെന്ന് സന്യാസിമാർ അവകാശപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ ഈ ചരിത്ര സ്മാരകം അയോധ്യ, കാശി വിശ്വനാഥ ക്ഷേത്രം, മധുര മാതൃകയിൽ സംരക്ഷിക്കണമെന്നാണ് BJPക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർത്ഥങ്കരന്മാർ, ദേവതകൾ എന്നിവരുടെയും യക്ഷന്റെയോ ഗണപതിയുടെയോ സാമ്യമുള്ള വിഗ്രഹങ്ങളും മസ്ജിദിൽ കണ്ടുവെന്നും താക്കോലില്ലാത്തത് കൊണ്ടാണ് വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ പ്രവേശിക്കാനായില്ലെന്നുമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. മുഗളന്മാരുടെ ഭരണകാലത്തായിരിക്കാം അധൈദിൻ കാ ജോൺപ്ര എന്ന് ഈ സ്മാരകത്തെ വിളിച്ചു തുടങ്ങിയത്. പഴയ നിർമ്മിതികളെല്ലാം പുതുക്കിപ്പണിതത് മുഗളന്മാരാണെന്നും പറയുന്നുണ്ട്. സ്മാരകത്തിൽ പണ്ട് കാന്തഭാരന്റെ സംസ്കൃത വിദ്യാലയം നിലനിന്നിരുന്നെന്നും അത് പഴയ രീതിയിലാക്കി സംരക്ഷിക്കണമെന്നൊക്കെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഇപ്പോൾ വേഷന്മാർ വന്ന ജൈന സന്യാസികളായ സംഘപരിവാർ സന്യാസികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അജ്മീർ ഡെപ്യൂട്ടി മേയറും BJP നേതാവുമായ നീരജ് ജെയിനാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയത്. അപ്പോൾ പിന്നെ ഒരു പ്രത്യേക പരിഗണന കൂടി ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അജ്മീർ വിഷയം രാജ്യവ്യാപകമായി എങ്ങനെയെങ്കിലും ഒന്ന് ആളിക്കത്തിച്ച് ഭൂരിപക്ഷത്തിന്റെ വോട്ട് നേടാനുള്ള BJP സംഘപരിവാർ വർഗീയ പരിവാരങ്ങളുടെ നീക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്.